വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാരെയും വകുപ്പുകളെയും ഒക്കെ നമുക്ക് ഇന്നറിയാം. അല്പസമയത്തിനകം ഘടകകക്ഷികളുമായി കോൺഗ്രസിന്റെ ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങും. RSP ജലവിഭവ വകുപ്പും അതുപോലെ CMB തുറമുഖ വകുപ്പും ആവശ്യപ്പെട്ടിട്ടുണ്ട്. PWD റവന്യൂ വകുപ്പുകൾ വേണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആവശ്യപ്പെടുന്നു. 5 മന്ത്രിമാരെന്നതിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന നിലപാടിനാണ് ലീഗിൽ പ്രാമുഖ്യം. ചർച്ചകൾക്കായി നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം ഇൻഡിഗോ വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. 10:30 മണി കഴിയുമ്പോൾ ഈ വിമാനം തിരുവനന്തപുരത്തെത്തും. പിന്നീട് ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഈ ചില്ലറ അസ്വാരസ്യങ്ങൾ പൊങ്ങുന്നുണ്ട്. പക്ഷേ അതൊക്കെ കോൺഗ്രസിന് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാൻ കഴിയുമോ? മന്ത്രിസഭാ രൂപീകരണ സമയത്ത് സ്വാഭാവികമായി ഇത്തരം ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുക പതിവാണ്. പ്രത്യേകിച്ചും UDFന്റെ മന്ത്രിസഭാ രൂപീകരണ കാലത്ത് ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പൊതുവിൽ UDF നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും കാതലായ പ്രശ്നം നിൽക്കുന്നത് സീനിയറായ നേതാവ് രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിച്ച് മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലാണ്. അദ്ദേഹത്തെ അനുനയിപ്പിച്ച് പ്രധാന വകുപ്പ് നൽകി മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ അത് തുടക്കത്തിലെ ഒരു കല്ലുകടിയായി മാറും. അതുകൊണ്ട് അതിനുള്ള തീവ്ര ശ്രമമാണ് ഒരു വശത്ത് നടക്കുന്നത്. മറുവശത്ത് ഘടകകക്ഷികളെ അനുനയിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചർച്ച നടക്കുന്നു. രാവിലെ 11 മണിക്കാണ് ഘടകകക്ഷികളുമായി ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചർച്ച കോൺഗ്രസ് നേതൃത്വം നടത്താൻ പോകുന്നത്. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ 11 മണിയോടുകൂടി കന്റോൺമെന്റ് ഹൗസിലെത്തും. ഞാനിപ്പോൾ ഉള്ളതും കന്റോൺമെന്റ് ഹൗസിലാണ്. ഇവിടെ 11 മണി മുതൽ ഘടകകക്ഷികളെ ഊഴം വെച്ച് കാണാനുള്ള തീരുമാനമാണ് ഇന്നലെ എടുത്തിരിക്കുന്നത്. ലീഗിന് 5 മന്ത്രിസ്ഥാനമാണ് 2011 UDF സർക്കാരിൽ ഉണ്ടായിരുന്നത്. ഇത്തവണയും അത്രയും തന്നെ മന്ത്രിസ്ഥാനം വേണമെന്ന് ആവശ്യമുണ്ട്. എന്നാൽ 4 മന്ത്രിസ്ഥാനവും മറ്റൊരു ക്യാബിനറ്റ് പദവി, അത് ഡോക്ടർ MK മുനീറിനെ ഉദ്ദേശിച്ചാണ് മറ്റൊരു ക്യാബിനറ്റ് പദവി ലീഗ് ആവശ്യപ്പെടുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പോലുള്ള ഒരു പദവി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഡോക്ടർ MK മുനീറിന് നൽകണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട്. എന്തായാലും 5 മന്ത്രിയോ അതിന് പുറമെ ഒരു ക്യാബിനറ്റ് സ്ഥാനമാണോ അതോ 4 മന്ത്രിയും പുറത്തൊരു ക്യാബിനറ്റ് സ്ഥാനമാണോ എന്ന കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തമായ ധാരണ വരേണ്ടത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവർക്ക് ഒരു മന്ത്രിസ്ഥാനവും മറ്റൊരു ക്യാബിനറ്റ് പദവി, ചീഫ് വിപ്പ് പോലുള്ള പദവി നൽകി അനുനയിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.